സെക്ഷൻ 295A എത്രത്തോളം ശക്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വളരെയധികം ഡേഞ്ചറസ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സെക്ഷനാണിത്. അതായത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനിന്ദ നടത്തി എന്ന് ഒരാൾ അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ അയാളെ ജാമ്യമില്ലാതെ 41 ദിവസം വരെ ജയിലിൽ ഇടാനായിട്ടുള്ള വ്യവസ്ഥയുള്ള ഒരു ഡ്രാക്കോണിയൻ റൂളാണിത്. ഇത് ശരിക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയത് ഇന്ത്യയിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന വർഗീയ ലഹളകൾ ഒഴിവാക്കാനും പരസ്പരമുള്ള പ്രകോപനങ്ങൾ ഒഴിവാക്കാനും മതപരമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാക്കാനുമായിട്ട് അവർ കൊണ്ടുവന്ന ഒരു നിയമമാണിത്. ഇന്ത്യൻ പീനൽ കോഡിൽ നിരന്തരമായ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തന്നെ യാതൊരു വിധ പോറലും ഏൽക്കാതെ നിലനിൽക്കുന്ന, ആർക്കും കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ബോധ്യപ്പെടാവുന്ന ഒരു ഡ്രാക്കോണിയൻ റൂളാണ് 295A. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് അയാൾ പറയുന്നതോടെ, അയാൾ അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നതോടെ നിങ്ങൾ 41 ദിവസം ജയിലിൽ കിടക്കണം എന്നുള്ളതാണ് ഫലത്തിൽ ഇതിൻ്റെ. ഇത് മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഭാഷ, ദേശം, വർഗം, വംശം ഇവ സംബന്ധിച്ചുള്ള ഡിറോഗേറ്ററി റിമാർക്സിനും ഇതേ പ്രശ്നമുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ ആരും തന്നെ ഇതുവരെ കോടതിയെ സമീപിച്ച് കണ്ടിട്ടില്ല. കാര്യം മതവികാരം എന്ന് പറയുന്ന ഒരു വല്ലാത്ത വികാരമാണെന്നും അത് വ്രണപ്പെടാനുള്ള സവിശേഷ അധികാരം തങ്ങൾക്കുണ്ടെന്നും മതവിശ്വാസികൾ കരുതുന്ന കാര്യം, അവർ ശുദ്ധ നുണയാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നുണയെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല, അതിന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ 295A പ്രകാരം ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ശിക്ഷിച്ച ആരും തന്നെ ഇല്ല. ഏതൊരു കേസ് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ വിസ്താര വേളയിൽ തന്നെ തള്ളിപ്പോകുന്നത്ര ദുർബലമായ കേസുകളാണ് ഈ വകുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം ഇതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ഒരു മാന്യമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ വീട്ടിൽ നിന്നോ തൊഴിൽ സ്ഥലത്തിൽ നിന്നോ അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും 41 ദിവസം ജയിലിലിടുകയും ചെയ്യുക എന്ന് പറയുന്നത് അയാൾ പലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊരു വലിയ ആഘാതമാണ്. അയാളുടെ സോഷ്യൽ പ്രസ്റ്റീജിനും അയാളുടെ സ്വകാര്യമായിട്ടുള്ള ജീവിതത്തിലൊക്കെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി അതുണ്ടാക്കും. ആരും കോടതി ശിക്ഷ, അത് പാകിസ്ഥാനിൽ ഇങ്ങനെയല്ലേ? പാകിസ്ഥാനിലെ ബ്ലാസ്ഫമി ലോ കഴിഞ്ഞ 15-20 വർഷത്തിനുള്ളിൽ 60 പേരെയാണ് കൊന്നിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണം പോലും കോടതി ശിക്ഷിച്ചതല്ല. ഇതെല്ലാം തന്നെ അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനക്കൂട്ടം നിർവഹിച്ച കൊലകളാണ്. അപ്പം ഈ മതനിന്ദാ കുറ്റം ലോകത്ത് എങ്ങും തന്നെ കോടതിയിൽ പ്രൂവ് ചെയ്യുക അസാധ്യമാണ്. പക്ഷെ കോടതിയിൽ പ്രൂവ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് നമുക്കതിൻ്റെ നേട്ടം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വന്യമായിട്ടുള്ള സത്യം. കാരണം അതിനു മുമ്പ് തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ ഏൽക്കാനുള്ള പരുക്കുകൾ, അതിനും എല്ലാവരും സമൂഹ ജീവികളാണ് അല്ലേ, ഞാൻ ഈ പറഞ്ഞോണം. അപ്പോൾ 295A സ്വാഭാവികമായും മുടി കൊഴിയുന്നത് പോലെ അല്ലെങ്കിൽ മുടി നരയ്ക്കുന്നത് പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ നിന്ന് സ്വാഭാവികമായും പുറത്തു പോകേണ്ട ഒരു കാടൻ നിയമമാണ്. പക്ഷേ ഇന്ത്യൻ പീനൽ കോഡിലെ മിക്ക കാടൻ നിയമങ്ങളും പുറത്തു പോയിട്ടും ഇത് അതേപടി തുടരുന്നു എന്നുള്ളത് എത്രമാത്രം മതസംരക്ഷണപരമാണ് ഇന്ത്യൻ രാഷ്ട്രീയം. അതുപോലെ തന്നെ സ്വവർഗാനുരാഗികൾക്കെതിരെയുള്ള നിയമം, അതും ലോകത്ത് ഒരു പരിഷ്കൃതമായിട്ടുള്ള ഭരണവ്യവസ്ഥയിലും യാതൊരുവിധ സ്ഥാനവും ഇല്ലാത്ത ഒരു കാര്യമാണ്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ വന്നപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ നേതാക്കളെല്ലാം ഭയങ്കര ബഹളം ഉണ്ടാക്കി. രാഹുൽ ഗാന്ധി അതിന് സപ്ലിമെൻ്ററി ആയിട്ട് ഏതാണ്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇതുവരെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോഴും അവർക്കെതിരെയാണ്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിലും ഭരണഘടനയിലും ഒക്കെ ഇങ്ങനെ ഒരുപാട് പുഴുക്കുത്തുകളുണ്ട്. ഈ പുഴുക്കുത്തുകളെല്ലാം നമുക്ക് നീക്കം ചെയ്യാം. അത് മതപരമാണെങ്കിൽ ഏറ്റവും മലിനമായതും അവിടെ ഉണ്ടാകും എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. വി ഹാവ് ടു, നമുക്കതിനെതിരെ മനസാക്ഷി ഉണർത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഈ 295A കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം ചോദിച്ച ആളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു.